പശ്ചിമേഷ്യയിലെ യുദ്ധാശങ്കകൾക്കൊടുവിൽ ഇറാനും ഇസ്രയേലും വെടിനിർത്തലിലേക്കെന്ന് സൂചന. 24 മണിക്കൂറിനകം വെടിനിർത്തൽ പ്രഖ്യാപിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വന്നു. എന്നാൽ അവസാന മണിക്കൂറുകളിലും ആക്രമണം തുടരുകയാണ് ഇരു രാജ്യങ്ങളും. ടെഹ്റാനിലെ ആക്രമണത്തിന് പിന്നാലെ ഇസ്രയേലിൽ ഉടനീളം ഇറാൻ മിസൈൽ വർഷിച്ചു. 6 പേർ കൊല്ലപ്പെട്ടുവെന്നാണ് പുതിയ വിവരം. നിരവധി പേർക്ക് പരിക്കേറ്റുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ബി കെ സുഹായിൽ ന്യൂസ് ഡെസ്കിൽ നിന്ന്. സുഹായിൽ, ഇത് നമുക്ക് ഉറപ്പിക്കാമോ? ഇരു രാജ്യങ്ങളും ഒരു പരസ്പര ധാരണയിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടോ, അതോ ട്രംപിന്റെ പ്രഖ്യാപനം മാത്രമാണോ? നിഷാദ്, കഴിഞ്ഞ രാത്രിയിൽ ദോഹയിലെ അൽ-ഉദൈദ് US താവളത്തിന് നേരെയുണ്ടായ ആക്രമണത്തിന് പിന്നാലെ വളരെ നാടകീയമായ നീക്കങ്ങളാണ് അരങ്ങേറിയത്. തൊട്ടുടനെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിക്കുന്നു, അടുത്ത 24 മണിക്കൂറിനകം ഇസ്രായേലും ഇറാനും തമ്മിൽ വെടിനിർത്തൽ ഉണ്ടാകും എന്നുള്ള പ്രഖ്യാപനമാണ് നടത്തിയത്. പക്ഷേ ആദ്യം ഇറാൻ വെടിനിർത്തണം, ആദ്യം ആക്രമണം അവസാനിപ്പിക്കണം എന്ന ഒരു നിർദ്ദേശം കൂടി അതിലുണ്ടായിരുന്നു. തൊട്ടു പിന്നാലെ ടെഹ്റാനിൽ ഉടനീളം വലിയ ആക്രമണങ്ങൾ നടത്തുകയായിരുന്നു ഇസ്രായേൽ ചെയ്തത്. അതിൽ നിരവധി കെട്ടിടങ്ങൾ തകരുന്ന സാഹചര്യം കൂടി ഉണ്ടായി. മരണസംഖ്യയെക്കുറിച്ച് കൃത്യമായ വിവരങ്ങളില്ല. അതിന് പിന്നാലെയാണ് 2 ട്വീറ്റുകൾ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ചിയുടേതായി പുറത്തു വന്നത്. ഒന്നാമത്തെ ട്വീറ്റിൽ പറഞ്ഞത് ഇത്തരമൊരു എഗ്രിമെൻ്റ്, ഇറാനും ഇസ്രായേലും തമ്മിലുള്ള ഒരു എഗ്രിമെൻ്റ് ഉണ്ടായിട്ടില്ല, വെടിനിർത്തലിൻ്റെ ഒരു കരാറും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഇസ്രായേലാണ് ഈ യുദ്ധം തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ ആക്രമണം ഇസ്രായേൽ നടത്തുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഈ ഒരു വെടിനിർത്തലിലേക്ക് പോകും എന്ന ഒരു നിലപാട് പ്രഖ്യാപിക്കുന്നു. തൊട്ടുടനെ രണ്ടാമത്തെ ഒരു ട്വീറ്റ് വന്നു. അത് ഇങ്ങനെയായിരുന്നു: പ്രാദേശിക സമയം 4 മണി വരെ, അവസാന മിനിറ്റ് വരെ ഈ യുദ്ധക്കളത്തിൽ നിറഞ്ഞു നിന്ന ഇസ്രായേലിനെതിരെ പോരാടിയ സൈനികർക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും എന്ന് പറയുന്നു. അതേപോലെ തന്നെ അതിൻ്റെ ധീരതയും വാഴ്ത്തുന്നു. അങ്ങനെ ഈ 2 ട്വീറ്റുകൾ വന്നു. അപ്പോൾ ഒന്നാമത്തെ ട്വീറ്റോട് കൂടി ഇറാൻ ഈ കരാർ അംഗീകരിക്കുന്നില്ല എന്ന തരത്തിലുള്ള പ്രസ്താവനകൾ വന്നെങ്കിലും രണ്ടാമത്തെ ഒരു ട്വീറ്റോട് കൂടി ഇറാൻ ഇതിൽ നിന്ന്, ഈ ആക്രമണത്തിൽ നിന്ന് പിൻവാങ്ങുകയാണ് എന്ന സൂചനയാണ് വന്നത്. പക്ഷേ തൊട്ടുടനെ നമ്മൾ കണ്ടത് ഇസ്രായേലിലെ വിവിധ നഗരങ്ങളിൽ വലിയ മിസൈൽ ആക്രമണങ്ങൾ നടക്കുന്നതാണ്. അത് ടെല്ലവീവിലുണ്ട്, അതേപോലെ തന്നെ ബീർഷബ എന്ന് പറയുന്ന മധ്യ ഇസ്രായേലിലെ പ്രധാനപ്പെട്ട നഗരത്തിലും മിസൈലുകൾ വീണു. ആ ബീർഷബയിലെ ഒരു 7 നില കെട്ടിടത്തിൽ മിസൈൽ നേരിട്ട് പതിച്ച് അവിടെ നിരവധി പേർ കൊല്ലപ്പെട്ടു. 3 പേർ തൽക്ഷണം തന്നെ മരിച്ചിട്ടുണ്ട്. 3 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു, അവർ കൊല്ലപ്പെട്ടു എന്നുള്ള റിപ്പോർട്ടുകൾ കൂടി ഇപ്പോൾ വരുന്നു. അങ്ങനെയാണെങ്കിൽ 6 മരണം ഇന്നത്തെ ആക്രമണത്തിലുണ്ട്. അങ്ങനെ ആ ആക്രമണത്തോടു കൂടി വീണ്ടും രംഗം കലുഷിതമാവുകയാണ് എന്ന റിപ്പോർട്ടുകൾ വരുന്നതിനിടെയാണ് ഇപ്പോൾ ഇസ്രായേലിൽ നിന്ന് തന്നെ വരുന്ന ഒരു കാര്യം, ഇസ്രായേൽ ഈ ഒരു വെടിനിർത്തലിന് സന്നദ്ധമാകുന്നു എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഇറാൻ്റെ പ്രാദേശിക സമയം 4 മണി എന്നത് വളരെ പ്രധാനമാണ്. കാരണം ആ 4 മണിക്ക് മുമ്പാണ് ഈ മിസൈലുകൾ ഇറാൻ വർഷിച്ചത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതെത്തിയ സമയമാണ് അതിന് ശേഷമുള്ളത്. അതുകൊണ്ട് തന്നെ ആ ആക്രമണത്തിന് ശേഷം ഇനി ഇറാൻ ആക്രമിക്കാതിരുന്നാൽ ഇസ്രായേൽ തിരിച്ചാക്രമിക്കില്ല എന്നൊരു ധാരണയിലാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായിരുന്നാലും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരമൊരു നീക്കത്തിലേക്ക് പോകുന്നു എന്ന് പറയുന്നത് വളരെ ദയനീയമായ അവരുടെ ഒരു പരാജയം തന്നെയായിരിക്കും. കാരണം അത്തരമൊരു വലിയ പ്രസ്താവനകളൊന്നും തന്നെ നെതന്യാഹുവിൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടില്ല. സാധാരണ രീതിയിൽ ഒരു വെടിനിർത്തലിലേക്ക് പോകുമ്പോൾ, അതേപോലെ തന്നെ ഒരു യുദ്ധം തുടങ്ങുമ്പോഴെല്ലാം നെതന്യാഹുവിൻ്റെ വലിയ പ്രഖ്യാപനങ്ങളും പ്രസംഗങ്ങളും ഉണ്ടാകാറുണ്ട്, ഒരു ടെലിവിഷൻ സ്പീച്ചെങ്കിലും ഉണ്ടാവാറുണ്ട്. പക്ഷേ നെതന്യാഹുവിൻ്റെ ആ തരത്തിലുള്ളൊരു പ്രതികരണങ്ങൾ നമ്മൾ കാണുന്നില്ല. നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു തിരിച്ചടിയായി തന്നെ നമുക്കിത് പറയേണ്ടി വരും. കാരണം ഇറാനിൽ എന്തിനു വേണ്ടിയാണ് ഇസ്രായേൽ ഇടപെട്ടത് എന്നുള്ള ചോദ്യമുണ്ട്. 2 ലക്ഷ്യങ്ങൾ നെതന്യാഹു പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, അവിടെയുള്ള ത്രട്ട് പൂർണ്ണമായും ഒഴിവാക്കുക, ആണവ ഭീഷണി ഒഴിവാക്കുക എന്നുള്ളതായിരുന്നു. അത്തരം ഒരു ആണവ ഭീഷണി ഒഴിവാക്കി എന്നതിന് യാതൊരുവിധ സൂചനയുമില്ല. 3 ആണവ നിലയങ്ങൾ ആക്രമിച്ചു എന്നല്ലാതെ ഇറാൻ ഇപ്പോഴും പറയുന്നു അവിടെയുള്ള സമ്പുഷ്ടീകരണം നടത്തിയിട്ടുള്ള യുറേനിയത്തിന് ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല എന്ന്. അതേപോലെ തന്നെ അമേരിക്കയെ അടക്കം കളത്തിൽ ഇറക്കാൻ സാധിച്ചുവെങ്കിലും അതെല്ലാം ഒരു നാടകമായിരുന്നു എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കാരണം ഒരു ഡിപ്ലോമാറ്റിക് വഴിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുക എന്നതിലപ്പുറമായി കൃത്യമായി ഈ ഒരു യുദ്ധത്തിൽ ഇടപെടാനോ അല്ലെങ്കിൽ നേരിട്ട് ഇസ്രായേലിന് സഹായം നൽകുന്ന തരത്തിൽ യുദ്ധത്തെ മുന്നോട്ട് കൊണ്ടുപോകാനോ ഡൊണാൾഡ് ട്രംപ് സർക്കാർ മുന്നോട്ട് വന്നില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ ലക്ഷ്യമായി പറഞ്ഞത് ഈ ഇറാനിലെ ഭരണമാറ്റമാണ്. ആ ഭരണമാറ്റത്തിനും സാധിച്ചില്ല എന്ന് മാത്രമല്ല, ഏറ്റവും ഒടുവിൽ അതേ ഭരണം US-ൻ്റെ പ്രധാനപ്പെട്ട താവളം ഇന്നലെ ആക്രമിക്കുന്ന സാഹചര്യമുണ്ടായി. ആ ആക്രമണവും അതേപോലെ തന്നെ നേരത്തെ ഖത്തറിനെ മുൻകൂട്ടി അറിയിച്ചുകൊണ്ടുള്ളതാണ് എന്നുള്ളത് വേറെ കാര്യം. കാര്യം മാത്ര പ്രസക്തമായി ഇറാനും US-ഉം തമ്മിലുള്ള ഒരു ആക്രമണത്തെ മുന്നോട്ട് കൊണ്ടുപോകാനോ നേരത്തെ മുൻകാല പ്രസിഡന്റുമാർ ഉണ്ടായതുപോലെ
ഇറാഖിനെയോ അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിലോ ഇടപെട്ടതുപോലെയുള്ള ഒരു ഇടപെടൽ ഇറാന്റെ കാര്യത്തിൽ അമേരിക്ക നടത്തിയില്ല എന്നുള്ളത് തന്നെയാണ് നെതന്യാഹുവിന് ഏറ്റവും വലിയ തിരിച്ചടിയായത്. ഡൊണാൾഡ് ട്രംപ് US പ്രസിഡന്റ് നേരിട്ട് തന്നെ നെതന്യാഹുവിനെ വിളിച്ചിരുന്നു എന്നും ഇക്കാര്യങ്ങളെല്ലാം അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തി എന്നുമാണ് അമേരിക്കൻ മാധ്യമങ്ങൾ പറയുന്നത്. ഇറാനെ ഇക്കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ വേണ്ടി വൈസ് പ്രസിഡന്റ് JD വാൻസിനെയും സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും സ്റ്റീവ് വിറ്റ്കോഫിനെയും പശ്ചിമേഷ്യൻ പ്രതിനിധിയെയുമാണ് ട്രംപ് നിയോഗിച്ചത്. അങ്ങനെ ഖത്തറിൻ്റെ മധ്യസ്ഥതയിൽ ഈ ഒരു ചർച്ചകൾ അങ്ങനെ മുന്നോട്ട് പോയി. അതിന് ഇറാൻ സമ്മതിക്കുകയും ചെയ്തു. പക്ഷേ ഇറാൻ ഞങ്ങൾ ഈ ഒരു അഗ്രിമെൻറ്റിലേക്കും പോയിട്ടില്ല എന്ന് പറയുന്നത് അവിടെയുള്ള ആഭ്യന്തര രാഷ്ട്രീയത്തെ കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ്. ഇത്ര വലിയ ഒരു സംഘർഷം നടക്കുമ്പോൾ ഉപാധികളൊന്നുമില്ലാതെ തന്നെ ഒരു കരാറിലേക്ക് പോയി എന്ന് പറയുന്നത് ഇറാനെ സംബന്ധിച്ചിടത്തോളവും ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഏതായിരുന്നാലും ഈ സീസ് ഫയർ എന്ന് പറയുമ്പോൾ അതിലൊരു അഗ്രിമെൻറ്റോ കരാറോ ഒന്നുമില്ല. ഏറ്റവും ചുരുങ്ങിയത് അവർ പറയുന്ന ആണവായുധങ്ങളുമായി ബന്ധപ്പെട്ടോ യുറേനിയം സമ്പുഷ്ടീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടോ ഇറാൻ ഒരു ഉറപ്പും നൽകാതെയാണ് ഇസ്രായേലിന് തോറ്റു പിൻവാങ്ങേണ്ടി വരുന്നത് എന്ന് പറയുന്നത് സ്വാഭാവികമായും ഈ രംഗത്തെ ഇസ്രായേലിനേറ്റ വലിയ തിരിച്ചടിയാണ്. കാരണം ഒക്ടോബർ 7 ആക്രമണത്തിന് ശേഷം ഇസ്രായേൽ പല ആക്രമണങ്ങൾ ഗസയിൽ അതേപോലെ തന്നെ പലയിടങ്ങളിൽ നടന്നിട്ടുണ്ട്. നിരവധി ആളുകളെ കൊന്നിട്ടുണ്ട്, നേതാക്കളെ വധിച്ചിട്ടുണ്ട് എന്നതിലപ്പുറമായി അവരുടെ അസ്തിത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇസ്രായേലിൻ്റെ അസ്തിത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ലക്ഷ്യങ്ങൾ നേടാൻ ഇപ്പോഴും സാധിച്ചിട്ടില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണമായി ഈ ഒരു സീസ് ഫയർ കൂടി മാറുകയാണ്. പക്ഷേ നെതന്യാഹുവിൻ്റെ ഔദ്യോഗികമായ വാക്കുകൾ വന്നാൽ മാത്രമേ, പരസ്യമായി വന്നാൽ മാത്രമേ പൂർണ്ണമായ വെടിനിർത്തൽ എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. ശരി താജ് ആലുവ കൂടി എന്നോടൊപ്പം ഉണ്ട്, മാധ്യമപ്രവർത്തകൻ. താജ് ആലുവ, ഇപ്പോൾ സുഹൈൽ ചൂണ്ടിക്കാണിക്കുന്ന ഇസ്രായേലിനെ സംബന്ധിച്ച് അവർക്ക് ഗെയിനൊന്നുമില്ല, നേട്ടങ്ങളൊന്നുമില്ല എന്നാണ്. സത്യത്തിൽ രാഷ്ട്രീയമായി എന്തെങ്കിലും ഒരു ടേക്ക് അവേ ഇതിനകത്ത് ഒരു ലാഭമുണ്ടാക്കാൻ ഏതെങ്കിലും നിലയ്ക്ക് ഇസ്രായേലിന് കഴിയുന്നുണ്ടോ?